എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ജഗദീഷ് ഏട്ടനും ബേസിലും ഒക്കെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. പോലീസ് സ്റ്റേഷനിൽ സിനിമ കാണുന്നവർക്ക് അറിയാം. അതാണ് ഫസ്റ്റ് ഷോട്ട്. അപ്പം ആ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയും ഉൾപ്പെടെ എല്ലാ ദൈവങ്ങളെയും വിചാരിച്ചോണ്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പം അവിടെ വെച്ച് ഫസ്റ്റ് ഷോട്ട് വലിയ റീടേക്കൊന്നും വരാതെ പോയപ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനൊക്കെ ഇരുന്നപ്പോൾ ഇവരെല്ലാവരും കൂടുതൽ എടുക്കുന്നു. പിന്നെ രണ്ടാം ദിവസം മുതൽ പിന്നെ 12 എന്നുള്ള 10-15 ദിവസത്തോളം ആയി എൻ്റെ ഡേറ്റ് പോയപ്പോൾ. അപ്പം പിന്നെ ഇപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ജഗദീഷ് ഏട്ടൻ, മഞ്ജു പിള്ള, ബേസിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ ഏജൻസുകളൊക്കെ 10-15 ദിവസം ഒരു സ്ഥലത്ത് താമസം എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ ഒരു ഫാമിലി പോലെ ആയി ശരിക്കും പറഞ്ഞു നമ്മൾ ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ 3 സീനുകളാണ്. ഒന്ന്, ഈ ഹിന്ദിക്കാരൻ ഒരാളിനെ വീട് വൃത്തിയാക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ച് അതത്രയും ജോലി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ സ്മാളും അടിച്ചും കൊണ്ട് അവസാനം തളർന്ന് ക്ഷീണിച്ച് വൈകിട്ട് മതിൽ തേക്കുന്ന ഒരു സീനുണ്ട്. മതിൽ തേക്കുന്ന സീനിൽ സ്ക്രിപ്റ്റഡ് ഡയലോഗ് അല്ല, അവിടെ സ്ക്രിപ്റ്റഡ് ഡയലോഗാണ് ഫസ്റ്റിലെ ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റഡ് ഡയലോഗ് ഇങ്ങനെയായിരുന്നു: ഹിന്ദിക്കാരൻ പോയെങ്കിൽ എന്തടാ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് സ്മാൾ അടിച്ചില്ലെന്നായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അത് എടുത്തപ്പം ആർക്കും ചിരിയും വന്നില്ല. അപ്പം ഈ നിതീഷ് സഹദേവ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടർ വളരെ ഒരു ജെന്റിൽമാനാണ്. പുള്ളി ഒരുപാട് സ്വാതന്ത്ര്യം എനിക്ക് തന്നു ഒരു പുതുമുഖമായിട്ടും. അങ്ങനെ അതുകൊണ്ട് എൻ്റെ കുറേ ഇംപ്രൊവൈസേഷൻസ് അതിനകത്ത് കൊടുക്കാൻ പറ്റി. പുള്ളി ആകെ 2-3 കാര്യങ്ങളെ എന്നോട് പറഞ്ഞുള്ളൂ. ഒന്ന്, തിരുവനന്തപുരം ലാംഗ്വേജ് ആണ് ചാക്കോ സംസാരിക്കുന്നത്. തിരുവനന്തപുരം ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും ഈ മിമിക്രിക്കാരുടെ ക്ലീഷേ, അതായത് തള്ള, എന്തരി, കലിപ്പ് തന്നെ, പൊളക്ക തന്നെ, ഇങ്ങനെയുള്ള ഒരു സാധനം വരരുത്. ആ ഒരു സാധനം ഇതിനകത്ത് വരേ ചെയ്യരുത്. പക്ഷെ ഒരു നോർമൽ തിരുവനന്തപുരംകാരനായിട്ട് ജസ്റ്റ് യു ബിഹേവ് ലൈക്ക് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോകരുത്. അപ്പോഴാണ് ഈ മതിൽ എഴുതുന്ന രംഗം എത്തിയത്. അപ്പോൾ അവൻ പോയെങ്കിൽ എന്നിടെ നമുക്ക് വൈകിട്ട് വരെ വെള്ളം അടിച്ചില്ലേ എന്നുള്ള എടുത്തപ്പോൾ ആർക്കും ചിരിയും വന്നില്ല. അപ്പോഴീ നിതീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നാടക എക്സ്പീരിയൻസ് ഒക്കെ ഇരിക്കുകയില്ലേ, റീൽസും ഒക്കെ ഉള്ളത്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഇത് ഒരു നോട്ടം മാത്രം ഇങ്ങനെ ഇട്ട് നിർത്തി. അപ്പോൾ ആ സെറ്റിലുള്ള ജഗദീഷ് ഏട്ടൻ അടക്കം കംപ്ലീറ്റ് വരും അവിടെ നിന്ന് തന്നെ ചിരിച്ചു പോയ ഒരു സീനായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അപ്രീസിയേഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രസ്, ഒരു പഴയ പ്രസ്സാണ്. ആ പ്രസ്സിൽ ആണ് ഈ 2000 രൂപയുമായിട്ട് വരുന്നത്. ഈ 2000 രൂപ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഈ 2000 രൂപയൊക്കെ ഒപ്പിക്കാൻ ഞാൻ പെട്ട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ 2-3 പ്രാവശ്യം ടേക്ക് പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ചിരി വന്നു ഒരുപാട് പേർക്ക്. അങ്ങനെ ഞാനും ചിരിക്കും. അപ്പോൾ ജഗദീഷ് ഏട്ടൻ അപ്പുറത്തിരുന്ന് ചിരിച്ചു പോകും. ഇങ്ങനെ ആയി അത് 2-3 റീടേക്ക് വന്നത്. അതൊരു കൺജസ്റ്റഡ് പ്രസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ കയറി ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിലാണ് അത് പറയേണ്ടത്. അത് ആണ് അടുത്ത അപ്രീസിയേഷൻ ഒരുപാട് കിട്ടിയത്. പിന്നെ മൂന്നാമത്തത്, ഇവർ വാരണാസിയിൽ നിൽക്കുമ്പോൾ ഈ ജഗദീഷ് ഏട്ടൻ മുട്ടയൊക്കെ അടിച്ച് അച്ഛൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുന്നത് ഈ അപ്പൂപ്പൻ ജീവനോടെ ഇവിടെ വന്ന് മരിച്ച വീട്ടിൽ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ബേസിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എവിടെ, തിരുവനന്തപുരത്താന്ന് ചോദിച്ചപ്പോൾ അതും സ്ക്രിപ്റ്റഡ് ഡയലോഗ് എന്ന് പറയുന്നത് വേറെയായിരുന്നു. സ്ക്രിപ്റ്റഡ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമ്മളെ രവിയാമൻ മരിച്ച വീട്ടിലെ എന്നായിരുന്നു. പക്ഷെ അതാ ഒരു ഇത് വരാത്തതുകൊണ്ട് അവിടെയും ഈ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇവിടെ ചേട്ടൻ്റേതായിട്ടുള്ള ഒരു തിരുവനന്തപുരം സ്ലാങ് ഇടും. അങ്ങനെയാണ് തിരുവനന്തപുരത്താന്ന് ചോദിക്കുമ്പോൾ പിന്നെ തിരുവനന്തപുരത്തല്ലാതെ മരിച്ചിനി പണയിലാടാന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ചിരിച്ചു. അത് എസ്പെഷ്യലി തൃശ്ശൂർ ഭാഗത്തൊക്കെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ അവിടെ ചിരിച്ചു, കാരണം അവർക്ക് തിരുവനന്തപുരം ലാംഗ്വേജ് കേൾക്കണതേ ചിരിയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡയലോഗ് കൂടെ ആയപ്പോൾ അങ്ങനെ ഈ 3 സ്ഥലത്ത് എനിക്ക് നല്ല ഒരു അപ്രീസിയേഷൻ കിട്ടിയ, ഒരു കയ്യടി കിട്ടുകയും ചിരി കേൾക്കുകയും ചെയ്തതാണ്. പിന്നെ ഈ സിനിമയിൽ ചെന്ന് ഈ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാവുകയും പിന്നെ ഈ ഔദ്യോഗികമായി ഞാൻ ഒരു അണ്ടർ സെക്രട്ടറി എന്നുള്ള ഒരു അപ്രീസിയേഷന് ഒരു അംഗീകാരമൊക്കെ അവർ എനിക്ക് തന്നിരുന്നു അവിടെ സെറ്റിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്നെ ഈ ജൂനിയർ ഒരു നടൻ എന്നുള്ളതിലുപരി ഡ്രസ്സ് മാറാൻ കാരവൻ, ആഹാരം അകത്ത് തരിക, ഇങ്ങനെയുള്ള എല്ലാ ഇതും എനിക്ക് വലിയ നടന്മാരെ കൂടെ ഒപ്പം തന്നെയൊക്കെ തന്നുമാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ പലരും ചോദിക്കുന്ന ഒരിതുണ്ട്, ഞാൻ ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ട് ഒരു ഉയർന്ന തെറ്റില്ലാത്തൊരു ഉദ്യോഗത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഇതിലാണെങ്കിൽ വെറും ലോക്കലായിട്ടാണ് ഒരാളായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സിമ്പിൾ സെൻറ്റൻസിൽ തന്നെ എൻ്റെ ഉത്തരം പറയാം, കള്ളം മുതൽ കളക്ടർ വരെ എൻ്റെ കമ്പനിയാണ്. അപ്പോൾ എനിക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും അവരുടെ ജീവിത രീതി എങ്ങനെ
ഏത് ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും അറിയാം. രണ്ടാമത് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, പുരോഗമന സംഘടനാ പ്രസ്ഥാനങ്ങളുടെ ഉള്ള പ്രവർത്തനം, ഇതെല്ലാം കൊണ്ട് തന്നെ നാട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ സാധാരണ ആൾക്കാരുടെ ഇടയിലാണ് എപ്പോഴും. അതുകൊണ്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് ഒട്ടും പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. പിന്നെ ഇതിനകത്ത് ഈ ജഗദീഷ് ഏട്ടൻ, മഞ്ജു പിള്ള, ബേസിൽ ജോസഫ്, ഡയറക്ടർ നിതീഷ്, കോറേറ്റർ സാൻജോ, പിന്നെ അസോസിയേറ്റുമാര്, പിന്നെ ഇതിലെ മെയിൻ അപ്പൂപ്പനായിട്ട് വന്ന മീനാരാജ് പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു തെരുവ് നാടകത്തില് കൂടെ വന്ന ആളാണ് പ്രധാന അപ്പൂപ്പൻ പുള്ളി. പിന്നെ സന്ദീപ്, ഈ ബേസിലിന്റെ അനിയനായിട്ട് വന്നത്. ഇതെല്ലാം നമ്മളുടെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിരുന്നു നമ്മൾ. ഈ ജഗദീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ ബ്രാക്കിൽ മുഴുവൻ തഗ്ഗിന്റെ ആശാനാണ്. ചുമ്മാ വിളിച്ച് ആരെയെങ്കിലും ഒരാളുടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിങ്ങനെ കളിയായിക്കൊണ്ടേയിരിക്കും. മിക്കവാറും ഉള്ള ഏര അപ്പൂപ്പനാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശ അടിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കൂടെ വന്ന് മഞ്ജു പിള്ള എന്തെങ്കിലുമൊക്കെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അഥവാ ഇരുന്ന് ഉറങ്ങിയ വല്ലതുമാണെങ്കിൽ തന്നെ മഞ്ജു പിള്ള ഒന്ന് ചേട്ടാ എന്ത് ഉറക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്ത്. എന്നിട്ട് ചുമ്മാ എല്ലാവരും എടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അത് ബേസിലായാലും ബേസിലൊരു 100% ഞാൻ കണ്ടതിൽ ഒരു ജെന്റിൽമാനിൽ ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ജഗദീഷ് ഏട്ടന് വരല്ല. പിന്നെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കഥയുടെ ത്രെഡും ഇതൊക്കെ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ എൻ്റെ ഒരു അസംഷനിൽ ഇത് ഹിറ്റാവും, സൂപ്പർ ഹിറ്റാവും, ഇല്ലെങ്കിൽ ഇത് ഹിറ്റായിരിക്കും എന്ന് മനസ്സിലായി. പക്ഷെ ഇത്രയും വലിയൊരു വിജയത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഇതില് അറിയാമല്ലോ, നായകൻ എന്ന് പറയുന്നത് ബേസിൽ തന്നെ ഹിംസെൽഫ് ഈസ് ഡയറക്ടർ. അപ്പം അദ്ദേഹം വലിയൊരു നടനും കൂടെയാണ്. ഒപ്പം ഇതിലെ നായകനാണ്. പുള്ളിയായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. ഇത് ഈ സിനിമ തീർന്ന് പിരിയുന്ന നമ്മള് പാക്കപ്പ് പറഞ്ഞ ആ ദിവസം തന്നെ ആദ്യം ഞാൻ ചാൻസ് ചോദിച്ചത് ബേസിലിന്റെ തന്നെയാണ്. ഇപ്പോഴും കൂടെ ഞാൻ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പുള്ളി സ്മൈലിയൊക്കെ ഇടും വാട്സപ്പിൽ. അങ്ങനെയുള്ള ബന്ധം നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. പിന്നെ ജഗദീഷ് ഏട്ടനുമായിട്ടൊക്കെ മിക്കവാറും ജഗദീഷ് ഏട്ടൻ ഒരു എണ്ണത്തില് എവിടെയെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ പറയൂടാന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇനിയിപ്പം എന്തിനായിട്ട് റെക്കമെൻഡ് ഒന്നും വേണ്ട, നിങ്ങൾ ഇതിൽ നിന്ന് താനേ വിളി വരും, ഇത് OTT-യിലും കൂടെയൊക്കെ വരട്ടെ, അപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വിളി താനേ വരുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിതീഷ് ഇപ്പോൾ അടുത്ത വീണ്ടും ഇതിന്റെ സംവിധായകന് പുതിയ ഒരു സിനിമ ആയിട്ടുണ്ട്. അതിന്റെ എഴുത്തിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിതീഷ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ എന്തായാലും ചേട്ടനൊരു വേഷം ഉണ്ടാകും, അതിലെന്തായാലും ഉണ്ട്. അതാണ് പുതിയ വിശേഷം. പിന്നെ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ SL തിയേറ്റേഴ്സിൽ ആണ് ഫസ്റ്റ്, ഏരീസ് പ്ലെക്സ്, അവിടെയാണ് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നത്. അന്നേരം ജഗദീഷ് ഏട്ടടക്കമുള്ള താരങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മീഡിയാസിൻ്റെ അടുത്ത് ജഗദീഷ് ഏട്ടൻ എൻ്റെ പേരെടുത്ത് തന്നെ എന്നെ അടുത്ത് വിളിച്ചിരുന്ന് പറയുകയും ചെയ്തു. അത് വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു. ഇതിലെ പ്രധാന വേഷം ചെയ്ത ഒരാളാണ് അനിൽ രാജ് എന്ന് പറഞ്ഞ് പേര് തന്നെ പറഞ്ഞു. ഒപ്പം എൻ്റെ കുടുംബക്കാർക്കെല്ലാം, എൻ്റെ വൈഫ്, പിള്ളേര്, എൻ്റെ മകൻ പഠിക്കുന്നത് ഇടുക്കി ജില്ലയിലെ അല്ലസർ മെഡിക്കൽ കോളേജിലാണ്. അപ്പം അവിടെ നിന്ന് തന്നെ സിനിമ ഉണ്ട്. അപ്പം അവനും അവിടെ കോളേജിലും ഒരു ഭയങ്കര അഭിമാന താരമായിട്ട് അവനും നടക്കുകയാണ്, അച്ഛൻ നടനായി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ വൈഫ്, ഇവരെല്ലാം ചിരിച്ച് മണ്ണ് കപ്പുന്നത് ഞാൻ തന്നെ കണ്ടി. ആദ്യമായിട്ട് എൻ്റെ തന്നെ സ്ക്രീനിൽ വലിയ ഇതിൽ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ തൊട്ടടുത്താണ് ജഗദീഷ് ഏട്ടൻ ഇരുന്നത്. ചേട്ടൻ ചാക്കോ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നെ ഇങ്ങനെ തട്ടുമായിരുന്നു സീറ്റ് ഇരുന്ന് സിനിമയിൽ സ്ക്രീനിൽ വരുമ്പോഴേ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമല്ലേ അത്, അവരെ മുഖം തന്നെ വലുതായിട്ട് കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗവൺമെന്റ് ജോലിയിൽ വരുന്നതിന് മുമ്പ് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്തിരുന്നത് റിപ്പോർട്ടറായിട്ട്. അതുകൊണ്ട് തന്നെ പത്ര സുഹൃത്തുക്കൾ ഒരുപാട് പേര്, ഞാൻ പോലും മറന്നുപോയ ഡൽഹിയിലൊക്കെ ഇരിക്കുന്നവരും ഒക്കെ എന്നെ ഇത് സിനിമ കണ്ടിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ സിനിമാ രംഗത്തും ഈ മീഡിയയിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ ഉള്ള ഒരുപാട് പേര് നമ്മളെ റോഡേ പോകുമ്പം തിരിച്ചറിയുന്നത്, പിന്നെ ഈ വിളിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടവും. പിന്നെ അടുത്ത ഒരു ഭയങ്കര സന്തോഷം തന്ന ഒരു ഇടപാടാണ് ഈ സിനിമ തിയേറ്റർ വിസിറ്റ്. ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോണതാണ്. അപ്പം അത് തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഏറെക്കുറെ മിക്കവാറും എല്ലാ തിയേറ്ററിലും നമ്മൾ പോയെന്നുള്ളത്. അതിൽ കലാഭവൻ, ലുലു, അവിടെയൊക്കെ ഭയങ്കരമായ കയ്യടിയായിരുന്നു. കാരണം നമ്മൾ ഈ ഇടവേളയുടെ സമയത്ത് അല്ലെങ്കിൽ സിനിമ അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ 5 മിനിറ്റ് മുമ്പേ ആ തിയേറ്ററിൽ എത്തും. എല്ലാ നടീനടന്മാരും ഉണ്ടാവും, മഞ്ജു പിള്ള, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും. നമ്മൾ ഇതിൽ മറ്റേ വീൽ ചെറിയ ഉരുളുന്ന അപ്പൂപ്പ ഉൾപ്പെടെ എല്ലാവരും. അപ്പം നമ്മൾ ഇതിലോട്ട് ഈ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഈ ലൈറ്റ് അണഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കും, ആരും അറിയാതെ. ചിലയിടത്ത് സീറ്റ് കാണില്ല, അങ്ങനെയാണെങ്കിൽ നിൽക്കും. എന്നിട്ട് അവസാനം ഈ ലൈറ്റ് വരുന്നത് ആണ് നമ്മൾ ഫ്രണ്ടിലോട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ്
കയറുന്നത്. അപ്പോൾ ആൾക്കാരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് വല്ലാത്തൊരു ഇതാണ്. കാരണം ഇപ്പൊ സ്ക്രീനിൽ കണ്ടവരെല്ലാം നേരെ ഫ്രണ്ടിൽ ജീവനോടെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഓടി ഒന്ന് സെൽഫികൾ എടുക്കുക, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒപ്പം ഇതിനകത്ത് മറക്കാൻ പറ്റാത്തൊരു പ്രൊമോഷൻ കൂടെ ഉണ്ടായി. ലുലുവിൽ ഒരു ഷോ ഭിന്നശേഷി കുട്ടികൾക്ക് മാത്രമായിട്ട് വെച്ചു. അപ്പം അന്ന് അതിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേയുമായിരുന്നു, ഈ ഭിന്നശേഷി കുട്ടികളിൽ ഒരു പെങ്കൊച്ചിൻ്റെ. അവിടെ വെച്ച് ഇതിൻ്റെ പ്രൊമോഷന് നമ്മൾ ചെന്നപ്പോൾ ഈ അവരുടെ നിർത്താത്ത കയ്യടിയും ഒപ്പം ആ കൊച്ചിന് ഉള്ള ബർത്ത്ഡേ കേക്ക് അവിടെ വെച്ച് മഞ്ജു പിള്ള എന്നെ കട്ട് ചെയ്തു. അപ്പോൾ അന്നേരം ഉണ്ടായ ആ പിള്ളേരുടെ നിഷ്കളങ്കമായ ഒരു സന്തോഷവും ഒരു ഇത്, അത് ഇതിനകത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു ചിരിയാണ്. ഇപ്പോൾ ഈ ചിത്രം കഴിഞ്ഞു, അത് വലിയൊരു വിജയമായി. ഇപ്പോൾ 40 ദിവസം ക്രോസ് ചെയ്യുന്നു. ഇനി 18-ന് OTT-യിലും കൂടെ വരും. അപ്പോൾ അത്ര വലിയൊരു ഹിറ്റ് ഈ അടുത്ത് ഇതിൻ്റെ വലിയ വലിയ സിനിമകളുടെ ഇടയിൽ ആണ് ഇത് ഇത്രയും. ബാക്കി ഇതിൻ്റെ കൂടെ വന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് ഔട്ടായി പോയി. ഇതിപ്പോഴും ഓടുന്നുണ്ട്. ഇത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ സോണി ലൈവിൻ്റെ ഒരു വെബ് സീരീസിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ട്. അത് പ്രശസ്തനായ ഒരു സംവിധായകനാണ് അത് ചെയ്യുന്നത്, മലയാളം സിനിമയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡയറക്ടർ വേറൊരു വർക്കിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയാ, മിക്കവാറും ഒക്കെ ആവും. എൻ്റെ ഓഡീഷൻ ഇനി വേണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് എൻ്റെ ഫോട്ടോസ് മാത്രം എടുത്തുകൊണ്ട് പോയവർ. അപ്പോൾ അത് ജനുവരി പകുതിയിലായിരിക്കും തുടങ്ങുക എന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും ഈ നിതീഷിൻ്റെ അടുത്ത് എഴുതുന്ന ആ സിനിമയിൽ ഞാനുണ്ട്. ഇതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകളെന്ന് ഇനി പറയാനുള്ളത്. ഇനി ബാക്കിയൊക്കെ ഇനി വരണം. അപ്പോൾ ഇനി എനിക്ക് പ്രേക്ഷകരെടുത്ത് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് വി ലവ് സിനിമ എന്ന് പറയുന്ന ചാനലിലാണ് എന്നെ ഇപ്പം കൂടെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ രംഗത്തെ സിനിമ അന്വേഷികൾക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന, അവരെ കണ്ടുപിടിച്ച് മുഖ്യധാരയിൽ എത്തിക്കുന്ന ഒരു ഇതാണ് ഈ വി ലവ് സിനിമ എന്ന് പറയുന്ന ഈ ചാനൽ. അപ്പോൾ ഇതിലൂടെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനി ഇതിൽ ആരെങ്കിലും സിനിമ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ 18-ന് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. എല്ലാവരും ആ അവസരം ഉപയോഗിച്ച് കാണുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നന്ദി.